ഇന്ന് ഞാനിവിടെ പറയുന്നത് വൈഭവ് സൂര്യവംശി എന്ന ക്രിക്കറ്റ് പ്ലെയറെ കുറിച്ചാണ്. ആഭ്യന്തര ക്രിക്കറ്റിൽ ബീഹാറിനും ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ രാജസ്ഥാനും വേണ്ടി കളിക്കുന്ന ഒരു ഇന്ത്യൻ ക്രിക്കറ്റ് താരമാണ് വൈഭവ് സൂര്യവംശി. 2011 മാർച്ച് 27 ജനനം. ഇടംകയ്യൻ ബാറ്റ്സ്മാൻ എന്നാണ് ഇദ്ദേഹത്തെ അറിയപ്പെടുന്നത്. 2024 ജനുവരിയിൽ അദ്ദേഹം ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ അരങ്ങേറ്റം കുറിച്ചു. ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ അരങ്ങേറ്റം കുറിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ കളിക്കാരനും ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയുമാണ് വൈഭവ്. ബീഹാറിലെ സമസ്തിപൂർ ജില്ലയിലെ താജ്പൂർ ഗ്രാമത്തിലാണ് സൂര്യവംശി ജനിച്ചത്. 4 വയസ്സുള്ളപ്പോൾ ക്രിക്കറ്റ് കളിക്കാൻ തുടങ്ങി. 9 വയസ്സുവരെ സ്വന്തം പിതാവായിരുന്നു പരിശീലകൻ. 9-ാം വയസ്സിൽ സമസ്തിപൂരിലെ ഒരു ക്രിക്കറ്റ് അക്കാഡമിയിൽ ചേർന്നു. IPL ചരിത്രത്തിൽ വെറും 35 പന്തിൽ നിന്ന് ഏറ്റവും വേഗതയേറിയ സെഞ്ചുറി നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ ബാറ്റ്സ്മാനാണ്. രാജസ്ഥാൻ റോയൽസ് RR ക്യാപ്റ്റൻ സഞ്ജു സാംസൺ പരിക്ക് മൂലം പുറത്തിരിക്കുന്നതിനെ തുടർന്ന് ഈ സീസണിൽ IPLൽ അരങ്ങേറ്റം കുറിച്ച സ്റ്റാർ ബാറ്റ്സ്മാനാണ് വൈഭവ് സൂര്യവംശി. 2025 IPL ലേലത്തിൽ കരാർ നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ കളിക്കാരനായി അദ്ദേഹം മാറി. രാജസ്ഥാൻ റോയൽസ് RR ആണ് അദ്ദേഹത്തെ വിശ്വാസത്തിലെടുത്തത്. 1.1 കോടി രൂപയ്ക്കാണ് എടുത്തത്. ഇടംകയ്യൻ ബാറ്റ്സ്മാനാണ്. അതുപോലെ സ്ലോ ലെഫ്റ്റ് ആം ഓർത്തഡോക്സ് ബൗളറും ആണ് ഇദ്ദേഹം. ഇദ്ദേഹത്തിൻ്റെ ഈ നേട്ടങ്ങൾക്കെല്ലാം തന്നെ പിന്നിൽ തൻ്റെ രക്ഷിതാക്കളാണ്. ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ മകൻ്റെ താല്പര്യം മനസ്സിലാക്കുകയും ക്രിക്കറ്റ് പരിശീലനത്തിനു വേണ്ടി വരുന്ന തുക കണ്ടെത്താൻ തൻ്റെ കൃഷിയിടം വിൽക്കുകയും ചെയ്തു. വിറ്റിട്ടും ക്രിക്കറ്റ് പരിശീലനത്തിനുള്ള പൈസ തികഞ്ഞില്ല. അപ്പോൾ എല്ലാ ജോലികളും ചെയ്ത് പണമുണ്ടാക്കി മകനെ ഈ നിലയിൽ എത്തിക്കുന്നതിന് വേണ്ടി അച്ഛനും അമ്മയും ഒരുപാട് കഷ്ടപ്പെട്ടു. അമ്മ എന്നും വെളുപ്പിനെ 4 മണിക്ക് ഉണർന്ന് മകന് പരിശീലനത്തിന് പോകുവാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയും വേണ്ട ഫുഡ് ഒക്കെ തയ്യാറാക്കി കൊടുക്കുകയും ചെയ്തു. അങ്ങനെ വർഷങ്ങളോളം ഉള്ള പരിശീലനത്തിൻ്റെ ഫലമായിട്ടാണ് വൈഭവിന് ഈ നിലയിൽ എത്തുവാൻ സാധിച്ചത്. മകൻ്റെ ആഗ്രഹം മനസ്സിലാക്കിയ അച്ഛൻ എന്ത് ത്യാഗം ചെയ്യുന്നതിനും മനസ്സുള്ള ആളായിരുന്നു. ഇതെല്ലാം എല്ലാ പേരൻസിനും ഒരു മാതൃകയാണ് അദ്ദേഹം. മകൻ്റെ താല്പര്യത്തിന് ഒത്ത് വിട്ടപ്പോൾ അവന് ലോകത്തിലേക്കും ഏറ്റവും പ്രശസ്തനായി മാറുവാൻ സാധിച്ചു. വൈഭവിനെ ഈ നിലയിലെത്തിച്ച പേരൻസിനും ഒരു ബിഗ് സല്യൂട്ട്.